ഹായ്, ഇന്നത്തെ യാത്ര നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിൽ ഫുള്ളായിട്ട് ഹിറ്റായിട്ടുള്ള കൊല്ലങ്കോട്ടേക്കാണ്. അത് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. റോഡിലൊക്കെ വണ്ടികളൊക്കെ കുറവായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായൊരു കോടയും. ആ യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല സുഖമുള്ളൊരു യാത്രയായിരുന്നു. ഇപ്പൊ നമ്മള് കൊല്ലങ്കോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രകൃതി ഭംഗി അത്ര മനോഹരമായുള്ളൊരു സ്ഥലമാണ് നമ്മൾ കൊല്ലങ്കോട്. ഇന്ത്യയിലെ തന്നെ 10 ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ കൊല്ലങ്കോട്. കൊല്ലങ്കോട്ടേക്കുള്ള നാട്ടുവഴിയിൽ കടന്നാൽ തന്നെ ഇരു സൈഡുകളും പച്ച പുതച്ച് കിടക്കുന്ന ഫുള്ള് നെൽപ്പാടങ്ങളാട്ടോ. അതുപോലത്തെ റോഡിന്റെ സൈഡിലായിട്ട് വലിയ വലിയ പുളിമരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിന്റെ ഒരു അതിർത്തി ജില്ലയാണെങ്കിലും അവിടുത്തെ സംസ്കാരങ്ങളും ആചാരങ്ങളും ഫുള്ളായിട്ട് തമിഴ്നാട്ടിൽ അതേപോലെ തന്നെയാണ്. അമ്പലങ്ങളും വീടുകളും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തമിഴ്നാട്ടിലേക്ക് നമ്മൾ ചെന്ന് എത്തുന്ന ആ ഒരു പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട്ടേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പോയത് മൺസൂൺ സീസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടേക്ക് നോക്കിയാലും പച്ചപ്പാണ്. ഈ ടൈമിലാണ് സഞ്ചാരികൾ ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരിക്കലും കാണാനും ഇത്ര ഭംഗി ഉണ്ടാവില്ല. ഇവിടുത്തെ പാലക്കാട് ചൂട് സഹിക്കാനും ഇത്തിരി പാടാണ്. നല്ല വൃത്തിയുള്ള നാട്ടുവഴികളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉപയോഗം വളരെ കുറവാണ്. നമ്മൾ യാത്രക്കാർ യൂസ് ചെയ്ത് ഒഴിവാക്കുന്ന സാധനങ്ങൾ മാത്രമേ അവിടെ പ്ലാസ്റ്റിക് ആയിട്ട് കാണുള്ളൂ. ദയവ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ അവിടെ വലിച്ചെറിയാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ കയ്യിൽ കൊണ്ടുപോകാതിരിക്കുക. കൊണ്ടുപോകുക തന്നെ ആണെങ്കിലും നമ്മളെ വേസ്റ്റ് നമ്മളെ ഉത്തരവാദിത്തം എന്ന പോലെ നമ്മളെ തിരിച്ചു കൊടുന്ന് നമ്മൾ നാട്ടിൽ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ അത് സംസ്കരിക്കാനുള്ളത് ചെയ്യണം. ഒരിക്കലും അവിടെ ഒരു വേസ്റ്റായിട്ട് ഒന്നും വലിച്ചെറിയരുത്. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാല് 4 സൈഡിലും മലയുടെ നടുക്കൊരു ഗ്രാമം. അത്ര ഭംഗിയാണ് കാണാൻ. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ചെറിയൊരു വരവരായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോകും തോറും നെല്ലിയാമ്പതി മലനിരകളുടെ ദൃശ്യഭംഗി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എന്ത് രസമാണ്. ഫുള്ള് പച്ച പുതച്ച് കിടക്കുന്ന മലനിരകളാണ്. അതിനിടയിൽ കാണുന്ന ആ നീർച്ചാല് കണ്ടില്ലേ? ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു നീർച്ചാല് പോലെ തോന്നുകയാണെങ്കിൽ അത് നമ്മൾ അടുത്തേക്ക് എത്തും തോറും അതിന്റെ വ്യാപ്തി കൂടി നല്ലൊരു വെള്ളച്ചാട്ടമായി കാണാൻ നമുക്ക് കഴിയും. എങ്ങ് നോക്കിയാലും പച്ചപ്പ്. അതാണ് കൊല്ലങ്കോട് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ ഈ കാഴ്ചകളെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ
ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഹിറ്റായി കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ചെല്ലഞ്ചേട്ടൻ. കൊല്ലങ്കോട്ടേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാരും ചെല്ലഞ്ചേട്ടനെ ചായക്കട വിസിറ്റ് ചെയ്യാതെ പോവാറില്ല. അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അത്ര ഹിറ്റാണ്. ഒത്തിരി കടകളുണ്ട് ഇവിടെ, ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ആയിട്ടുള്ള ഒത്തിരി കടകളുണ്ട്. എന്നാലും ഹിറ്റായി കൊണ്ടിരിക്കുന്ന ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ കയറി ഒരു പരിപ്പുവടയും ചായയും കുടിക്കാതെ ആ യാത്രക്കൊരു സുഖമുണ്ടാവില്ല. അപ്പം നമ്മളും അതേപോലെ തന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലെത്തി. ആധുനികതയുടെ ഒരു അലങ്കാരവും ഇല്ലാതെ പണ്ടത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കടയാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പരിപ്പുവടയും പിന്നെ ചെല്ലഞ്ചേട്ടൻ സ്നേഹത്തോടെ വെച്ച് നീട്ടുന്ന ഈ ചായയുമാണ്. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, കുറേ കലണ്ടറുകൾ ചുമലിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പഴയകാല കലണ്ടറുകളാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മനോരമ, മാതൃഭൂമി, അങ്ങനത്തെ ഒരുപാട് കലണ്ടറുകൾ രണ്ട് സൈഡിലായിട്ടും തൂക്കിയിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ ഫേമസ് ആണെങ്കിലും ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ കടക്കണമെങ്കിൽ നമുക്കൊന്ന് കുനിഞ്ഞിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അത്രയും ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ചായക്കട ഉള്ളത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് അവിടെയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ഡെസ്റ്റിനേഷനായ ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം. ഇത് ഫസ്റ്റിലായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുറേ സിനിമകളിലും കുറേ ആൽബങ്ങളിലും ഒട്ടനവധിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. ഈ നാട്ടിലെ തന്നെ കൃഷിക്കാരാണ് കൂടുതലായാലും ഇവിടുത്തെ സന്ദർശകർ. നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു വീടില്ല എന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ രൂപം അവിടെ കെട്ടിത്തൂക്കുക. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഒരു തൊട്ടിൽ നേർച്ച ചെയ്യുക. അങ്ങനെ കെട്ടിത്തൂക്കലാണ് ഇവിടുത്തെ ഒരു നേർച്ചയായിട്ടും വഴിപാടായിട്ടും ഇവിടെ നടക്കുന്നത്. നമ്മുടെ ആഗ്രഹം സഫലമായാൽ, അത് നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചു പോകുന്നത് അത് ശരിയായാൽ അവിടേക്ക് ഒരു കുരുതി കൊടുക്കലുണ്ട്. കോഴിയോ ആടോ ആയിട്ട് കുരുതി കൊടുത്തിട്ട് അവിടെ തന്നെ അത് കുരുതി കൊടുത്തിട്ട് ആ മാംസം അവിടെ തന്നെ വെച്ച് വിളമ്പിയിട്ട് അവിടുന്ന് കഴിച്ചിട്ട് പോരിൻ്റെ ഒരു നേർച്ചയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടൊരു നേർച്ച. അങ്ങനെ അമ്പലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സാവധാനമായിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ പെരിങ്ങോട്ടുചേരി കളം കാണാനാണ് നമ്മൾ പോകുന്നത്. ഒരു കാലത്ത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. ആ ഏരിയയിലുള്ള നെൽപ്പാടങ്ങളൊക്കെ കൊയ്ത് അവിടെ കൊടുന്ന് കൂട്ടുകയായിരുന്നു. ആ പോകുന്ന വഴി നമ്മൾ നല്ലൊരു മാമ്പഴത്തോട്ടം കണ്ടു. നിറയെ വലിയൊരു മാമ്പഴത്തോട്ടമാണ്. നമ്മളൊന്നും പൊതുവേ നമ്മൾ കേരളത്തിലൊന്നും ഇങ്ങനെ മാമ്പഴത്തോട്ടം കാണാറില്ല. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മാമ്പഴമൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും ചില മരത്തിലൊക്കെ കാണുന്നുണ്ട്. സീസണിൽ പോവുകയാണെങ്കിൽ നമുക്ക് പല ഐറ്റം മാങ്ങകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ പെരിങ്ങാട്ടുശ്ശേരി കളത്തിൻ്റെ തൊട്ടടുത്തായിട്ട്. അങ്ങനെ നമ്മൾ കളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ കളത്തിലേക്കുള്ള റൂട്ട് കൂടി പോകുമ്പോൾ നമുക്ക് നെല്ലിയാമ്പതി മലകൾ കൂടുതലായിട്ട് കാണാൻ പറ്റൂട്ടാ. നല്ല ഭംഗിയാണ് കാണാൻ. ഒന്നും കൂടെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഇങ്ങോട്ട് എത്രത്തോളം നമുക്കത് കൂടുതലായിട്ട് കാണാൻ പറ്റും.
നമ്മൾ ആദ്യം കണ്ട ചെറിയ നീർച്ചാലിപ്പം ഇങ്ങോട്ട് എടുത്തതൊക്കെ വെച്ച് വലുതായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ. നാട്ടുവഴി കൂടെ പോകാൻ തന്നെ ഒരു ഭയങ്കര രസാട്ടാ. വീതി കുറഞ്ഞ റോഡാണെങ്കിൽ ഇരു സൈഡുകളിലും പച്ചപ്പ്. എത്ര പറഞ്ഞാലും മതി വരില്ല ഇവിടുത്തെ പച്ചപ്പും മലനിരകളും. അങ്ങനെ നമ്മളിതാ പെരിങ്ങാട്ടുശ്ശേരി കളത്തിന്റെ തൊട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു പാറയിൽ, ഒറ്റ പാറയില് അതിന് നടുക്കായിട്ടാണ് കളം സ്ഥിതി ചെയ്യുന്നത്. ഈ കളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ അടിഭാഗം മണ്ണ് കൊണ്ടോ അതോ സിമന്റ് കൊണ്ടോ ഒന്നും തേച്ചതല്ല. ഈ പാറ തന്നെയാണ് ഈ കളത്തിന്റെ ഉള്ളിലേറ്റും ഫുള്ളായിട്ടുള്ളത്. ഈ കളത്തിന്റെ ബാക്ക് സൈഡിലാണ് നല്ലൊരു പാടം കേട്ടോ. ഈ പാടത്ത് നിന്ന് കിട്ടേണ്ട വിളവുകൾ ഫുള്ള് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കളം. ഇതിന്റെ ബാക്ക് സൈഡിലെ പാറയിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ മല തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. എത്ര നോക്കിയിരുന്നാലും നമുക്കൊരു മുഷിപ്പ് തോന്നൂല. അത്രക്ക് രസമാണ്. കണ്ടില്ല, വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് ഏകദേശം ഒന്നും കൂടി അതിന്റെ ദൃശ്യം ഒന്നും കൂടി തെളിഞ്ഞു കാണുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, അതായത് 100-150 കൊല്ലം പഴക്കമുണ്ട് ഈ കളത്തിന്. നമ്മൾ പോകുമ്പോൾ റോഡിന്റെ നടുക്കായിട്ട് ഇഷ്ടം പോലെ ആട്ടിൻകൂട്ടങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ് ഈ നാൽക്കാലികളെ വളർത്തല്. പക്ഷെ അതിലൊരു പ്രത്യേകത നമുക്ക് തോന്നിയത് ഒരു 1-2 ആടിന്റെ ഫ്രണ്ടത്തെ കാല് കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചോദിച്ചു മനസ്സിലായപ്പോ അവർ നമ്മോട് പറഞ്ഞത് കൂട്ടത്തിൽ കുറച്ച് ബിരുദന്മാരുണ്ടാവുമല്ലോ, അങ്ങനെ ഫുൾ 2 സൈഡും കൃഷികളൊക്കെ നടത്തണേ, ഓടിപ്പോയി കൃഷികളൊക്കെ നശിപ്പിക്കുന്ന ആടുകൾ ഉണ്ടാവുമല്ലോ, അവരെ കാലങ്ങനെ കെട്ടിയിട്ടാൽ അവർ കൂടുതൽ സ്പീഡിൽ പോവില്ല എന്നാണ് പറഞ്ഞത്. ഈ പാടത്തിന്റെ ഒത്ത നടുക്കൊക്കെ ആയിട്ട് കുറെ ആട്ടുംപറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ നേരെ പോകുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ. ആ യാത്ര ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഫുള്ള് പച്ചപ്പുള്ള 2 സൈഡിലും പച്ചയായിട്ട് നിൽക്കുന്ന പാടത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി ആടുകളൊക്കെ ഒന്ന് നേരിട്ട് കണ്ട്, പാട് മേയ്ക്കുന്നൊരു ചേട്ടനോടൊക്കെ സംസാരിച്ച്, ചേട്ടൻ നമ്മോട് പറഞ്ഞപ്പോൾ ആടുകൾക്കൊക്കെ എന്തോ ഒരു അസുഖം വരുന്നൊരു ടൈമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടാണ് തീറ്റ കൊടുക്കുന്നതൊക്കെ നമ്മോട് പറഞ്ഞു. വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണിത്. നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ പോകേണ്ട റൂട്ട് ഫുള്ളായിട്ട് പാടങ്ങളാണ്.
നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മള് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് ഭയങ്കര മോശമുള്ള റോഡാട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് പോകണം അങ്ങോട്ട് എത്തുമ്പോൾ. ഒരു സൈഡിൽ നിന്ന് റോഡ്, ഒരു വണ്ടി വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല, അത്രക്ക് മോശമായ ഒരു റോഡാണ്. അതുകൊണ്ട് നമ്മള് ഈ വീക്കെൻഡിലൊന്നും പോവാതെ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ പോവാം. ഞായറാഴ്ച ഒക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികളാണ്, അപ്പൊ നമുക്ക് സൈഡ് കൊടുക്കാനോ അപ്പോൾ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ പോയ ടൈമില് നമ്മളെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒരിക്കലും സന്ദർശകരെ പറഞ്ഞയക്കുന്നില്ലായിരുന്നു. 2 ദിവസം മുന്നേ അവിടെ ഒരു അപകടം നടന്നിട്ട് ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള കൂടുതൽ ദൃശ്യങ്ങളും നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മലേന്റെ മുകളിൽ നിന്ന് വരുന്ന ഈ തണുത്ത വെള്ളത്തിൽ കാലൊക്കെ വെക്കുമ്പോൾ ഭയങ്കര രസാട്ടാ. അത്രയും തെളിഞ്ഞ വെള്ളാണ്, നല്ല ഉരുളൻ കല്ലുകളും കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നമ്മൾ കുറച്ച് നേരം സമയം ചെലവഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അപ്പൊ തന്നെ സമയം കുറെ ആയിട്ടുണ്ട്, ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് നടക്കും തോന്നുന്നില്ല. നല്ല ഭംഗിയാണ് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാലൊക്കെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട്, ഇതാണ് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഒന്നുകൂടി വൈറലായ ഒരു പ്രത്യേക കുടിലിടം. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഫുള്ളായിട്ട് ഏക്കറക്കണക്കിന് പച്ച പുതച്ച് കിടക്കാണ്. എന്തൊരു രസമാണ് ഇത് അറിയോ. ഈ ഏരിയ പോകുമ്പോ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കാതെ ആരും പോവാറില്ല. ഇവിടെ അത്രയും ഭംഗിയാണ്. പാടങ്ങൾക്ക് കാവൽക്കാരായും തറയുയർത്തി നിൽക്കുന്ന കുറെ കരിമ്പനകളെയും കാണാൻ പറ്റും നമുക്ക്. പക്ഷെ ഇവിടെ വീതി കൂടിയ വരമ്പുകളാട്ടോ, നമ്മളെ ഇവിടുത്തെ പോലത്തൊന്നല്ല, വീതി കൂടിയ വരമ്പുകൾ. ചെറിയ ചെറിയ വണ്ടികൾക്ക് വരെ പോകാൻ പറ്റുന്ന വരമ്പുകളാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് കൂട്ടമായി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നല്ലൊരു സ്ഥലമാണ്. സീനിയർ ഏത് സൈഡിലേക്ക് നോക്കി എടുക്കുകയാണെങ്കിലും അത്രയും ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്നും യാത്ര വീണ്ടും തുടരുകയാണ്. ഒരു സമയം ഒരുപാട് വൈകി. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ബാക്കി സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ ഇന്ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇത്രയേറെ നെൽപ്പാടങ്ങൾ കേരളത്തിന്റെ ഒരു ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത്ര ഏക്കർ കണക്കിന് പരന്ന് കിടക്കാണ്. ഇപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോഴാണ് നമ്മൾ ഒരു വെറൈറ്റി കൃഷി കണ്ടത് കേട്ടോ. പാടത്തിന്റെ 2 സൈഡിലായിട്ടും ഇഞ്ചി കൃഷിയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രക്കൊന്നും തടം കെട്ടിയിട്ട് ചെയ്യാറില്ല. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവർ ചെയ്തിട്ടുള്ളത് ചകിരിനാരുകൾ കൊണ്ടാണ് ഇവർ പുത കൊടുത്തിട്ടുള്ളത്. നമ്മളൊക്കെ ഇവിടെ തോല് വെട്ടിയിട്ടാണല്ലേ. നല്ല കാണാൻ തന്നെ നല്ലൊരു വൃത്തിയുള്ളൊരു നല്ല ഭംഗിയുണ്ട്. ഈ ഏരിയ ഫുള്ളായിട്ട് ഇഞ്ചി കൃഷിയാണ് ചെയ്യുന്നത്. എവിടെ നോക്കിയാലും കൃഷികളാണ്. അതാണ് ഇതിന് നമ്മളെ കൊല്ലംകോടിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ അവിടെയൊക്കെ കണ്ട് നേരെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുവരെ എല്ലാവർക്കും ബൈ.